നമ്മുടെ കേരളത്തിന്റെ സാഹചര്യവും മാറി അല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സാഹചര്യമൊന്നും അല്ല ഇപ്പോ. മുൻപ് 10 വർഷം തുടർച്ചയായി ഭരിച്ചിരുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത വളരെ ധൈര്യശാലിയായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആരുടെ മുന്നിലും നട്ടല് വളച്ചുകൊണ്ട് കേരളത്തിലെ ജനതയെ ഒരു തരത്തിലും മോശമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് കടൽ പണിക്ക് പോയ തൊഴിലാളികളെ കാണാതെയായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അത് തീരദേശമല്ലേ, അങ്ങോട്ടൊക്കെ പോയാൽ എന്താന്ന് അറിയില്ലേ നമുക്കെന്ന് പറഞ്ഞു. PM ശ്രീ വിഷയത്തിലെ ഈ പുതിയ ഗവൺമെന്റിന്റെ ഇടപെടൽ, ഇവിടെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത്. എന്താ മുസ്ലിം ലീഗ് പറഞ്ഞത്? PM ശ്രീ അറബിക്കടലിൽ. ഇപ്പൊ അറബിക്കടൽ അറിയാത്തത് കൊണ്ടാണോ കളയാത്തത് എന്ന സംശയം നമുക്കുണ്ട്. അറബിക്കടൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഞങ്ങൾ ഇത് എറിയും എന്ന് പറയുന്നവരാണോ മുസ്ലിം ലീഗുകാർ എന്ന സംശയം നമുക്കുണ്ട്. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുമ്പോൾ ആ ജനങ്ങളോട് നീതി കാണിക്കാൻ ഇവിടത്തെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും അവർക്കെല്ലാം കഴിയണം. നിങ്ങൾക്ക് ഈ പണം വീട് വെക്കുന്നതിന് വേണ്ടി തരണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ, വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് മുന്നിൽ ഒരു ചാപ്പ കുത്തണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അഭിമാനത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ അഭിമാനത്തോടുകൂടി ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു. അങ്ങനെ അഭിമാനത്തോടുകൂടി പറഞ്ഞപ്പോഴും കേന്ദ്ര സർക്കാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പണം തരില്ല. നിങ്ങളുടെ പണത്തിനു മുന്നിൽ എന്റെ ജനതയുടെ, എന്റെ ജനങ്ങളുടെ അഭിമാനത്തെ പണയം വയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ധീരനായ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ് ഈ കേരളം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം വന്നാൽ അവർ നമ്മുടെ സൈന്യമാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ഉള്ള നാടാണ് ഈ കേരളം. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയാമായിരിക്കും, അദ്ദേഹം എന്റെ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശ്രീ മോഹൻലാൽ എന്നാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയിലും പല വേദികളിലും പറഞ്ഞതുപോലെ നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാകണേ എന്ന് എനിക്ക് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരോടും ഇവിടുത്തെ ആളുകളോടുമൊക്കെ പറയാനുണ്ട്. സ്വന്തം ഓഫീസിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇപ്പോഴുമൊക്കെ ഓഫീസിൽ കൂടെ നിർത്തുന്ന, ചേർത്തു പിടിക്കുന്ന ആളുകൾ MDMA ഉപയോഗിക്കുന്നവരാണ്, മറ്റ് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയാൻ, ഒരുപക്ഷെ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് പോലും ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് ഒരു സംശയം വരികയാണ്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, ഇന്ന് ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ 80 വർഷം, സ്വാതന്ത്ര്യദിനത്തിന്റെ 80 വർഷത്തിലേക്ക് നാം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 80 വർഷത്തോളമായി എന്ന് ആവർത്തിച്ച് നാം എല്ലാ വർഷങ്ങളിലെ പോലെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ പറയുമ്പോൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് കേവലം ഏതെങ്കിലും ഒരു സമരത്തിൽ നിന്നോ, ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ നിന്നോ, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ മാത്രമായിരുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് നടന്നിട്ടുള്ള നിരവധി സമരങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുള്ള രക്തസാക്ഷികൾ, പോരാളികൾ, യുവജനങ്ങൾ തുടങ്ങി എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള ഇടപെടലാണ് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ സമരങ്ങൾ രാജ്യത്തെമ്പാടുമുള്ള ഇടങ്ങളിൽ നടന്നത്. അതുകൊണ്ട് ആ സമരങ്ങളെയും അതിന് നേതൃത്വം വഹിച്ച, ചെറുതും വലുതുമായി നേതൃത്വം വഹിച്ച ഓരോ വ്യക്തികളെയും എന്നും ഓർമ്മിക്കുക എന്നതാണ് ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നേരത്തെ സഖാക്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പരിപാടി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി ലഡുവും മിഠായിയും വിതരണം നടത്തി അവസാനിച്ചു പോകേണ്ടതല്ല. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്, ആഘോഷ പരിപാടികളുടെ ഭാഗമാണ്. എന്നാൽ അതിനപ്പുറം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി പോരാടിയ ചരിത്ര പുരുഷന്മാരെ, ചരിത്രത്തിന് നേതൃത്വം കൊടുത്ത സ്ത്രീകളെ, മനുഷ്യരെ, കുട്ടികൾ ഉൾപ്പെടെയുള്ള നേതൃത്വത്തെ ഓർക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കുണ്ടാകണം.
അതുപോലെ ഇന്ന് നമ്മുടെ രാജ്യം ഏത് സാഹചര്യത്തിലാണ് ഉള്ളത്, സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുമ്പോഴും ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ എന്ന ഈ വലിയ രാജ്യമുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം എന്നതാണ് പ്രധാനം. സ്വാതന്ത്ര്യം ലഭിക്കുക എന്നതുകൊണ്ട് 1947 ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ അതിർത്തികൾ നിർണയിച്ചു കിട്ടി, ഇന്ത്യക്ക് അതിർത്തികൾ കൃത്യമായി മാർക്ക് ചെയ്ത് കിട്ടി എന്നതുകൊണ്ടാണോ നമ്മളെല്ലാം സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത്? ആണോ? യൂത്ത് ബ്രിഗേഡ് വളരെ നല്ല ഗംഭീരമായ ഒരു പ്രകടനം നടത്തി. നമ്മുടെ സഖാക്കൾ, മറ്റു സഖാക്കൾ അതിന്റെ ഭാഗമായി അണിനിരന്നു. എല്ലാവരും വളരെ ഉഷാറോടുകൂടി ഗംഭീരമായി ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ എല്ലാവരും ഇത്ര ആവേശത്തോടുകൂടി ഇവിടെ പങ്കെടുക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം എങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് കൃത്യമായി അറിയുന്നതിനും അറിയുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടിയാണ്. കടമനിട്ട പണ്ടൊരു എഴുത്തിൽ, ഒരു കവിതയിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ആ നിങ്ങൾ എന്ന നമ്മൾ എല്ലാവരും നമ്മൾ എങ്ങനെ ഇങ്ങനെയായി എന്ന് അറിയുക മാത്രമല്ല, ഓർക്കുക മാത്രമല്ല, അത് താഴെ തട്ടുവരെ ജനങ്ങളെ പ്രചരിപ്പിച്ച് അറിയിച്ച് ഇങ്ങനെയാണ് ഇന്ത്യ ഈ നിലയിൽ ഒരു ഇന്ത്യയിലേക്ക് വന്നത്. കേരളത്തിലെ സാഹചര്യം കുറച്ച് വ്യത്യസ്തമാണ്. മറ്റിടങ്ങളിൽ പോയവർക്കറിയാം, സമാധാനത്തോടുകൂടി ഒരുമിച്ച് ചേർന്ന് നിന്നിരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കേരളം എങ്ങനെയാണ് മാറിയത്. എന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്ന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്നത്, രാജ്യത്തെ സ്വാതന്ത്ര്യം 80 വർഷം പിന്നിട്ട് ആഘോഷ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 80ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിലും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ കിടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇത്തരത്തിൽ ആഘോഷിക്കുന്ന പരിപാടികൾ, ഇതെല്ലാം എപ്പോഴും നാം ഓർക്കുന്നത്, എപ്പോഴും നാം ചേർത്ത് വെക്കുന്നത് നമ്മുടെ അറിവിന്റെ ഭാഗമായി കൂടിയാണ്. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി യങ് ഇന്ത്യ എന്ന ക്യാമ്പയിൻ ഈ വർഷവും സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചത്. എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമായ ഓരോ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഗസ്റ്റ് 15 എന്ന ദിവസം ആഘോഷിക്കുന്നതിനും അന്ന് ഏറ്റെടുക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായാണ് ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ അഴിമതിക്കും, ഇന്ന് രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തോടൊപ്പം ചേർന്ന് കിടക്കുന്ന മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ഭരണഘടന. നമുക്കറിയാം, 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1950 ജനുവരി 26-നാണ് ഭരണഘടന, ഏതാണ്ട് ഒരു വർഷം മുൻപ് 49-ൽ രൂപീകരിച്ച ഭരണഘടന 1950ലേക്ക് കടക്കുമ്പോഴാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. ഏതാണ്ട് 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്ത് തയ്യാറാക്കിയ ഭരണഘടന, ആ ഭരണഘടന 1950 ജനുവരി മാസം 26-ാം തീയതി പ്രാബല്യത്തിൽ വരുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ അതിശയത്തോടുകൂടി നോക്കിക്കാണുന്നതും ഇന്നും നാം അതിശയത്തോടുകൂടി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഭരണഘടനയിലുണ്ട്. നിയമ വിദ്യാർത്ഥികളായിട്ടുള്ളവരും പൊതുവെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും അറിയാം, ലോകത്ത് തന്നെ എഴുതപ്പെട്ടതിൽ, റിട്ടൺ ആയിട്ടുള്ള, എഴുതി വയ്ക്കപ്പെട്ട ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും ബൃഹത്തായിട്ടുള്ള ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മുടെ ഭരണഘടനയെ പറയുന്നത്. ലോകത്ത് തന്നെ എഴുതി വയ്ക്കപ്പെട്ടതിൽ ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും കൂടുതൽ പേജുകളുള്ള, ഏറ്റവും കൂടുതൽ കാര്യങ്ങളുള്ള, വലിപ്പമുള്ള ഭരണഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ഭരണഘടനയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഭരണഘടന രൂപീകരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും എന്തുകൊണ്ടാണ് ഭരണഘടന ഇത്രയും വലിപ്പമുള്ളതായത് എന്ന ചോദ്യത്തിനുമെല്ലാം പല സാദൃശ്യങ്ങൾ, സാമ്യങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വൈവിധ്യങ്ങളാണ്. ഇവിടെ മുദ്രാവാക്യങ്ങളിൽ, സഖാക്കളുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചു, ഇന്ത്യ എന്ന രാജ്യം വൈവിധ്യപൂർണമായ രാജ്യമാണ്, വ്യത്യസ്തമായ ഭാഷകൾ. ഇപ്പോ നിങ്ങളെല്ലാവരും പാലക്കാടുകാരാണ് അല്ലെ?
നിങ്ങളുടെ സ്ലാങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ. നിങ്ങൾ പാലക്കാടുകാരായതുകൊണ്ടും നിങ്ങളുടെ സ്ലാങ്ങിൽ വ്യത്യാസമുള്ളത് കൊണ്ടും നിങ്ങൾ ആരും എന്നെ അകറ്റി നിർത്തുന്നില്ല. ഞാൻ തിരുവനന്തപുരംകാരിയാണ് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ ആരും അകറ്റി നിർത്തുന്നില്ല. നമ്മളെല്ലാം പരസ്പരം ഒരുപോലെ സ്നേഹിക്കുകയാണ്. നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് കരുതി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ സ്ലാങ്ങിന്റെ വ്യത്യാസമല്ല, പല ഭാഷകൾ, വൈവിധ്യമാർന്ന ഭാഷകൾ, വൈവിധ്യമാർന്ന വ്യത്യസ്തമായ മതങ്ങൾ, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങൾ, ജീവിതത്തിന്റെ രീതികൾ ഉള്ള, അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടായിരുന്ന ഇടമാണ് ഇന്ത്യ. ഇന്നുമുള്ള ഇടമാണ് ഇന്ത്യ. ഞാൻ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്തെ കാര്യം കൂടി ചേർത്താണ് പറയുന്നത്. അങ്ങനെ ഭരണഘടന രൂപീകരിക്കുമ്പോഴും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത്, 47-ലെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തും അതിന് മുൻപ് നടന്നിട്ടുള്ള വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള സമര പോരാട്ടങ്ങൾ പരിശോധിച്ചാലും ഭരണഘടന എന്തുകൊണ്ട് ഇത്രയും വലുപ്പമായി എന്ന ചോദ്യം, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെയുള്ള എന്തുകൊണ്ട് ഭരണഘടന ഇത്രയും വലുപ്പമായി എന്ന 3 കാര്യത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് നാം പറഞ്ഞു, ഇന്ത്യ പല കാരണങ്ങളിൽ ഒന്ന്, വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ആ വൈവിധ്യമാർന്ന രാജ്യത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ മതത്തിലുള്ളവർ, വിവിധ ഇടങ്ങളിലുള്ളവർ, വ്യത്യസ്തമായ രീതികൾ ആചരിക്കുന്നവർ, ആചാരങ്ങളുള്ളവർ, ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതാണ് വൈവിധ്യം ഇതിന്റെ ആദ്യത്തെ ബന്ധം. ഇനി 2, ഭരണഘടന രൂപീകരിക്കാനുണ്ടായ വിവിധ കാരണങ്ങളിൽ ഒന്ന്, ഇത്തരത്തിൽ വൈവിധ്യമുള്ള ജനതയെ ഒരുമിച്ച് നിർത്താൻ കഴിയണം. അവർ ഒരു കാര്യത്തിനും തമ്മിൽ കലഹിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഈ വൈവിധ്യമാർന്ന ജനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, മറ്റു കാര്യങ്ങളിൽ വൈവിധ്യമാർന്ന ജനതയെ ഒരുമിപ്പിച്ചു നിർത്തണമെങ്കിൽ ഒരു കൃത്യമായ ഭരണഘടനയുണ്ടാകണം. 2ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. 3ാമത്തത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് വലിയ ഭരണഘടനയായി. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ വൈവിധ്യമാർന്ന ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഈ വൈവിധ്യമാർന്ന ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യവും ഈ ഭരണഘടനയിൽ എഴുതി വെക്കപ്പെടണമെന്ന് തീരുമാനിച്ചത് ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നേതാക്കളാണ്. അങ്ങനെ വൈവിധ്യത്തിന് ഇതിലെല്ലാം ബന്ധമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ലോകത്ത് തന്നെ എഴുതി വെക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ ഭരണഘടനയായി മാറിയതിൽ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ വൈവിധ്യമാർന്നവരുടെയും മൈനോറിറ്റീസിന്റെയും എല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെക്കാൻ കഴിയണം. അങ്ങനെയാണ് ഭരണഘടന വലുപ്പമുള്ളതായി മാറിയത്. അങ്ങനെ ഭരണഘടനയിലെ വിവിധ ഭാഗങ്ങൾ, നമ്മളെപ്പോഴും ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ ഘട്ടങ്ങളിൽ ഭരണഘടനയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. അതിനുവേണ്ടിയാണ് ഭരണഘടന എല്ലാത്തിനും മുകളിലാണ് എന്ന തരത്തിലാണ് ഇന്ത്യ എന്ന രാജ്യം മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഭരണഘടനയെ പോലും അട്ടിമറിക്കുന്ന നിലയിൽ, ഭരണഘടനയെ തന്നെ മാറ്റി എഴുതുന്ന തരത്തിൽ ചില ഇടപെടലുകൾ നമ്മുടെ രാജ്യത്ത് തുടങ്ങിയിട്ട് കുറച്ചധികം വർഷമായി. 2014 തൊട്ട് പല ഘട്ടങ്ങളിലായി അതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ജനത കർശനമായ നിർദ്ദേശം നൽകും, ജനത കർശനമായിട്ടുള്ള ഇടപെടൽ നടത്തും. ജനങ്ങൾ ആകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരണഘടനയെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന നിലപാട് സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുപോലെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും വിവിധ ഘട്ടങ്ങളിൽ, പൊതുപ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഭരണഘടനയെ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം ഇടപെടുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും തൊഴിലുമാണ്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന വിഷയം, മുദ്രാവാക്യം എന്ന് പറയുന്നതും വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ, പകരം ചോദിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുമെന്നാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് എന്റെ പ്രസംഗം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടെ മറ്റു സഖാക്കൾ കൂടി സംസാരിക്കുമ്പോൾ അവർ സൂചിപ്പിക്കും വർഗീയത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, ഭരണഘടന, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ ഭരണഘടന ജീവിക്കാനുള്ള അധികാരം പോലെ തന്നെ, അവകാശം പോലെ തന്നെ, റൈറ്റ് ടു ലൈഫ്, നമ്മളെല്ലാം പഠിക്കുന്ന റൈറ്റ് ടു ലൈഫ് 21ാമത്തെ ആർട്ടിക്കിൾ, ജീവിക്കാനുള്ള അവകാശത്തിനോടൊപ്പം ചേർത്ത് വെക്കണം വിദ്യാഭ്യാസത്തെ എന്ന് പറഞ്ഞത് രാജ്യത്തെ സുപ്രീം കോടതിയാണ്. ജീവിക്കാനുള്ള അവകാശത്തിനോടൊപ്പം വിദ്യാഭ്യാസം നേടാനുള്ള അവകാശവും 21 ക്ലോസ് എയിൽ പറയുന്നു.
ജീവിക്കാനുള്ള അവകാശത്തിനോടൊപ്പം നമുക്ക് വിദ്യാഭ്യാസം എന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് എന്ന് പറയുന്നു. എന്താ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യം? നമ്മുടെ വിദ്യാഭ്യാസത്തെ ഒരു കച്ചവട ചരക്കായി മാറ്റുക, നമ്മുടെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുക. ഞാനും നിങ്ങളുമൊക്കെ പഠിച്ച ഗാന്ധിവധം, ഗാന്ധിജിയെ ആരാണ് കൊന്നത്, ഗാന്ധിജിയെ ഗോഡ്സെയാണ് കൊന്നത് എന്ന ഗാന്ധിവധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ അപ്രത്യക്ഷിതമാകുകയാണ്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള, ജീവജാലങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പാഠപുസ്തകങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാകുകയാണ്. ഇത് കേവലം പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ട്, ഏതെങ്കിലും പേജ് പ്രിന്റ് അടിക്കാൻ മറന്നുപോയത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നല്ല. മുഗൾ രാജാക്കന്മാരുടെ പേരുകൾ, അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളായി മാറിയിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള മുഗൾ രാജാക്കന്മാരുൾപ്പെടെയുള്ളവരുടെ പേരുകൾ നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാകുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പലയിടങ്ങളിലും അവർക്ക് വേണ്ടി നൽകിയിട്ടുള്ള പേരുകളുള്ള തെരുവുകൾ, ആ പേരുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. രാജ്യത്ത് ഇതെല്ലാം നടക്കുന്നത് ഏതെങ്കിലും ആരെങ്കിലും അറിയാതെയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് രാഷ്ട്രീയപരമായി ഡിവൈഎഫ്ഐ എന്ന സംഘടന എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇത്തരത്തിലുള്ള ഈ പറയുന്നത് പോലെയുള്ള വിഷയങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. നമുക്കറിയാം, ഷെഡ്യൂൾ 7 പ്രകാരം, ഞാൻ എല്ലാം ഭരണഘടനയെ കോട്ട് ചെയ്ത് പറയുന്നത്, ഭരണഘടനയാണ് ഏറ്റവും മുകളിൽ. ഭരണഘടനയ്ക്ക് മുകളിൽ ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിയണം. ഭരണഘടനയുടെ ഷെഡ്യൂൾ 7 പ്രകാരം 3 ലിസ്റ്റുകളാണുള്ളത്. ഒന്ന് യൂണിയൻ ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ, ഡിഫൻസ്, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് യൂണിയൻ ലിസ്റ്റ്. മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സംസ്ഥാനങ്ങൾ നിർവഹിക്കേണ്ട ചുമതലകൾ എന്തൊക്കെയാണ്, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. മൂന്നാമത്തത് കൺകറന്റ് ലിസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സെൻട്രലിനും സംസ്ഥാനത്തിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും ഒരുപോലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതും, എന്നാൽ ഒരു വിഷയത്തിൽ തന്നെ കേന്ദ്രത്തിനും അതുപോലെ സംസ്ഥാനത്തിനും നിയമങ്ങൾ ഉണ്ടായാൽ കേന്ദ്രത്തിന്റെ നിയമം അവിടെ പ്രാബല്യത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നതാണ്. 42ാമത്തെ അമെൻമെന്റ് ആക്ട് വഴി ഈ വിദ്യാഭ്യാസം എന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന അധികാരത്തെ, അവകാശത്തെ നേരെ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഘട്ടം ഘട്ടമായി വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യങ്ങൾ മാറുന്നു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടുവരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെ വധിച്ചത്, നമ്മുടെ രാഷ്ട്രപിതാവിനെ വധിച്ചത് ഗോഡ്സെയാണ് എന്നും ഗാന്ധിജി നാളെ ഏതെങ്കിലും തരത്തിൽ മറ്റു രീതിയിൽ മരിച്ചതാണ് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്നു. NCERT പാഠഭാഗങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പേരുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സമരങ്ങൾ, സമര പോരാട്ടങ്ങൾ, ഇതെല്ലാം അപ്രതീക്ഷിതമാകുന്നു. ഇന്ത്യ എങ്ങനെയാണ് ഇന്ന് കാണുന്ന നിലയിൽ ഇന്ത്യയായത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഘട്ടങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ, വിവിധ പ്രദേശത്ത് നടന്ന പ്രാദേശികമായ സമരങ്ങൾ ഉൾപ്പെടെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഇത് വഴിവെക്കുന്നത് എങ്ങോട്ടാണ്? ഇന്ന് നാം നിസ്സാരമായി കാണുന്ന ഇത് വഴിവെക്കുന്നത് നാളെ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിനപ്പുറം പുതിയ വിദ്യാർത്ഥികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചരിത്രത്തെ പഠിക്കുമ്പോൾ ഞങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് BJPയും RSSഉം ഒരു പുതിയ കഥ രചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയണം. ഒരു പുസ്തകത്തിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടുണ്ട്. അതിങ്ങനെയാണ്: നമ്മളെ ഭരിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട്, നാം തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിന് വലിയ പങ്കുണ്ട്. നാം തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് നമ്മുടെ ജീവിതത്തിലെ നാം ശ്വാസമെടുക്കുന്ന കാര്യത്തിൽ പോലും, എപ്പോ ശ്വാസം എടുക്കുന്ന എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ചിലര് ചിരിക്കും, ശ്വാസം എടുക്കുന്ന കാര്യത്തിൽ എങ്ങനെയാ വേറൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റുക? എങ്ങനെയാ തീരുമാനിക്കാൻ പറ്റുക? ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം എന്താ? ക്ലൈമറ്റ് ചേഞ്ച് ആണ്, അല്ലെ? പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പോലും പിന്മാറുമ്പോ ഇന്ത്യ മൗനം പാലിച്ച് അവിടെ നിൽക്കുകയാണ്. ഇന്ത്യക്ക് മൗനമാണ് ആ കാര്യത്തിൽ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് മൗനമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ശ്വാസം എടുക്കുന്നത് പോലും എങ്ങനെയാണ് എന്ന് ഒരു ഗവൺമെന്റിന് തീരുമാനിക്കാൻ കഴിയും എന്നത് പ്രധാനമാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, ഭരിക്കുന്നവർ, നമ്മളെ ഭരിക്കുന്നവർ, നമ്മൾ തിരഞ്ഞെടുത്ത് തന്നെ നമ്മളെ ഭരിക്കുന്നവർ,
അവർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പങ്കുവഹിക്കും. അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറും എന്നതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഒരു പുസ്തകത്തിൽ പറഞ്ഞത്, നമ്മുടെ ഭൂതകാലത്തെ തീരുമാനിക്കുന്നത്, ഭൂതകാലത്തെ ഭരിച്ചിരുന്നവർ, നമ്മുടെ ഭൂതകാലത്തെ ഭരിച്ചിരുന്നവർ നമ്മുടെ നാളെയെ തീരുമാനിക്കും. നിങ്ങൾ എല്ലാവരും ഓർത്തു വെച്ചോളൂ, നമ്മുടെ ഭൂതകാലത്തെ ഭരിച്ചിരുന്നവർ നമ്മുടെ നാളെയെ തീരുമാനിക്കും, വരും കാലങ്ങളെ തീരുമാനിക്കും. നമ്മുടെ വർത്തമാന കാലത്തെ നയിക്കുന്നവർ, ഭരിക്കുന്നവർ നമ്മുടെ ഭൂതകാലത്തെ തിരുത്തി എഴുതും എന്ന് നമ്മൾ ഓർത്തു വെക്കണം. ഇന്ന് രാജ്യത്ത് സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? എന്താ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമാകുന്നതല്ല ഇതൊന്നും. അങ്ങനെ അപ്രതീക്ഷിതമായി പോകുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. നമ്മുടെ രാജ്യത്തിന്റെ ഈ മുന്നേറ്റത്തിൽ പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി. നാളെ BJPയും RSSുമാണ് ഈ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് പറയുന്ന ഒരു ചരിത്രം അവർ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് വന്ന പത്രങ്ങളിലുള്ള വാർത്ത പോലും അവർ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല പോകുന്നു. ഇതൊരു ചെറിയ കാര്യമായി നമ്മൾ കാണണ്ട. നമ്മുടെ തലമുറ കഴിഞ്ഞ് അടുത്തൊരു തലമുറ കഴിഞ്ഞ് പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം സത്യമാണ് എന്ന് നമ്മളെല്ലാം പഠിച്ചത് കൊണ്ടാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ പാഠഭാഗങ്ങളിലൂടെ നമ്മുടെ യുക്തിചിന്തയ്ക്കനുസരിച്ച് പലയിടത്തും പോയി പ്രസംഗിച്ചും പ്രസംഗങ്ങൾ കേട്ടുമൊക്കെ ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്കിത് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നത്. എന്നാൽ നാളെ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം മൺമറഞ്ഞു പോകുമ്പോൾ പുതിയ തലമുറ, അതിനുശേഷം വരുന്ന പുതിയ തലമുറ അറിയാൻ പോകുന്നത്, അവർ മനസ്സിലാക്കാൻ പോകുന്നത് ഈ തിരുത്തി എഴുതിയ ഈ ചരിത്രത്തെയാണ് എന്നുള്ളത് നമുക്ക് മറന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ തലമുറയും അറിയിച്ചുകൊണ്ടുള്ള സമര പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ ഒരു പുതിയ തലമുറ തന്നെ ഒരുങ്ങി വരുന്ന കാഴ്ച വന്നത്. എനിക്ക് അഭിമാനമുണ്ട്. നമ്മളെല്ലാം സംഘടനാവൽക്കരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്റെ പ്രായം നോക്കിയാൽ ഞാനും ജെൻസി, എവിടെ ഇരിക്കുന്ന പലരും ജെൻസിയുണ്ട്, യൂത്ത് ബ്രിഗേഡിൽ പലരും. ഈ ജെൻസികൾ ആകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിരുന്ന ഇടത്ത് നിന്ന് ജെൻസികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സമരത്തിന് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചു. മറ്റൊരു വിഷയത്തിൽ നിന്ന് ആരംഭിച്ച് സുപ്രീം കോടതിയുടെ ഒരു പരാമർശത്തിൽ നിന്ന് ആരംഭിച്ച CJP എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ്. ആ മൂവ്മെന്റ് ആദ്യമായി വലിയ പ്രക്ഷോഭങ്ങൾ നേരിട്ട് ഏറ്റെടുത്തത്, സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞെങ്കിലും ആദ്യമായി ഒരു പ്രക്ഷോഭം ഏറ്റെടുത്തത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൺകറന്റ് ലിസ്റ്റിന്റെ ഭാഗമായി മാറ്റി അവിടെ നിന്ന് നീറ്റ് പരീക്ഷയെ ആകെ ഇങ്ങനെ ഏറ്റെടുത്തു കളയാം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ്. എന്താ നീറ്റ് പരീക്ഷയിൽ ഉണ്ടായ വിഷയം നമുക്കറിയാം, നമ്മൾ പത്രത്തിൽ വായിച്ചു, നമ്മൾ കേട്ടു. പക്ഷെ മറന്നു പോകരുത്, ഒരിക്കലും മറക്കരുത്. നമ്മുടെ രാജ്യത്തെ എയിംസ്, നമ്മുടെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളായി, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി നാം പറയുന്ന ഇടങ്ങൾ, ഈ ഇടങ്ങളിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളിലെ സാധാരണപ്പെട്ട വീട്ടുകളിലെ മക്കൾക്ക് കടന്നു വന്നു പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരുന്നു. ഏത് ഗ്രാമങ്ങളിൽ നിന്നും സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക്, സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് തന്റെ കഴിവുകൊണ്ട് പഠിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ചെറിയ തുച്ഛമായ ഫീസാണുള്ളത്, ഗവൺമെന്റ് ഫീസ്. ചില സാമ്പത്തികമായ മറ്റ് കാര്യങ്ങളുള്ളവർക്ക് വളരെ തുച്ഛമായ ഫീസ്, ചിലർക്ക് ഫ്രീ കൂടിയാണ്. നമ്മുടെയൊക്കെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ എയിംസിൽ പഠിക്കുന്നുണ്ടാകും. ഗവൺമെന്റ് തന്നെ ഒരു വിദ്യാർത്ഥിയെ, മികവുറ്റ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ അങ്ങോട്ട് പണം കൊടുക്കുകയാണ്, സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അങ്ങനെയുണ്ട് എയിംസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്ന ഈ രാജ്യത്തെ പരീക്ഷകൾ ഏകീകരിച്ചുകൊണ്ട്, ഈ മെഡിക്കൽ മേഖലയിലെ പരീക്ഷകൾ ഏകോപിപ്പിച്ചുകൊണ്ട് NTA നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. നീറ്റ് പരീക്ഷയുടെ ഇത്തവണത്തെ പരീക്ഷ നടന്നതിന് ശേഷമാണ്, ഏതാണ്ട് 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിനു ശേഷമാണ് നാം ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. ഈ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നുപോയിരിക്കുന്നു. എന്താ ചെയ്തത് കേന്ദ്ര സർക്കാർ? നമ്മളെല്ലാവരും പഠിക്കുന്നതിനു വേണ്ടിയും
മറ്റാശയവിനിമയത്തിനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഒരാഴ്ചത്തോളം അങ്ങ് ബാൻ ചെയ്തു. കുറ്റക്കാർ അവരാണ്. ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയവരല്ല, അതവിടെ നിന്ന് പ്രചരിപ്പിച്ചവരല്ല, മറ്റാരുമല്ല. പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച മാർഗമാണ് പ്രശ്നം. പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച മാർഗമാണ് പ്രശ്നം. ഇപ്പൊ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തവർ നിഷ്കളങ്കർ, അവിടെ നിന്നത് പ്രചരിപ്പിച്ചവർ നിഷ്കളങ്കർ. ഏത് മാർഗത്തിലൂടെയാണോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സെൻഡ് ചെയ്തത്, അവർ മാത്രമാണ് കുഴപ്പം. ബാൻ ചെയ്തു. കോടതി പോലും അത് ശരിവെച്ചു എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. ഇന്ന് കോടതികൾ സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയുന്ന ജുഡീഷ്യറി എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്ന കോടതി പോലും റൈറ്റ് ടു ഫ്രീഡം എന്നൊക്കെ നമ്മൾ എപ്പോഴും ഘോരമായി ഞാനിവിടെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ ഭരണഘടനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ഫ്രീഡത്തിനെ പറ്റി, എക്സ്പ്രഷനെ പറ്റി, നമുക്ക് ആശയവിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ കോടതി പോലും അതിനെ ശരിവെച്ചു. ഭയാനകമാണ് നമ്മുടെ സാഹചര്യം. കോടതി അത് ശരിവെക്കാനുണ്ടായ കാരണങ്ങളെ ഒരിക്കൽ കൂടി പരിശോധിക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഹർജി കൊടുത്ത് അതൊക്കെ തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയമാകട്ടെ, കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭരണഘടന, ഈ ഇത്തരത്തിൽ പരീക്ഷകൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം വലിയ അഴിമതികൾ നടക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. റീ എക്സാമിന് വേണ്ടി തീരുമാനിച്ചു. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ പ്രഷർ സഹിക്കാൻ വയ്യാതെ, ഈ സ്ട്രെസ് സഹിക്കാൻ വയ്യാതെ അവരെല്ലാം പലരും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെയൊക്കെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പലതരത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. അങ്ങനെ സ്ട്രെസ് അനുഭവിക്കുന്ന ഏതാണ്ട് 20ഓളം ചെറുപ്പക്കാർ, ഇതൊക്കെ നമ്മൾ അറിയുന്ന കണക്കുകളാണ്. ആ അറിയുന്ന കണക്കിൽ തന്നെ അത്രയും വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കി എന്നത് ഒരു വലിയ ഒരു സത്യമായി ഇന്ത്യയിൽ ഇവിടെ നിലനിൽക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അത്തരത്തിലുള്ള അഴിമതികൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തൊഴിൽ മേഖല, നമുക്കറിയാം, നമ്മുടെ തൊഴിൽ മേഖല രാജ്യത്തെ തന്നെ കണക്കുകൾ പ്രകാരം നമ്മുടെ തൊഴിൽ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കുക, തൊഴിൽ നൽകുക എന്നൊക്കെ പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരിക്കണം. ആ ഗവൺമെന്റ് ഭരണഘടനാ പ്രകാരം തൊഴിൽ നൽകുക എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ഇപ്പൊ രാജ്യത്തെ തന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം, NOS പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഭാഗമായി ഏതാണ്ട് 16.2% തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് അത്രയും ചെറുപ്പക്കാർ, തൊഴിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആ പ്രായപരിധിയിലുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ ഏതാണ്ട് 16.2% ഉണ്ട് എന്നാണ് രാജ്യത്തെ തന്നെ ഗവൺമെന്റ് പുറത്തുവിടുന്ന കണക്ക്. ഇതിനു പുറമെ പല സർവേകളുണ്ട്, CMI പോലെയുള്ള പല സർവേകളുണ്ട്, പല സാഹചര്യത്തിൽ പല സ്ഥാപനങ്ങൾ, NGOകൾ ഇറക്കുന്ന സർവേകളുണ്ട്. ഇതിലെല്ലാം ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം ഈ സർവേയിലുള്ള വ്യത്യാസം ഈ കണക്കുകളിൽ ഉണ്ടാകും. പക്ഷെ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 16.2% യുവജനങ്ങൾ ഇവിടെ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നു എന്നതാണ്. അതിൽ 20.7% സ്ത്രീകൾ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നു എന്നും ഈ PLFSന്റെ കണക്കു പ്രകാരം കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം, 2016 തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ BJP ആ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കെല്ലാം ഞങ്ങൾ തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം പറഞ്ഞുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഒന്ന് ഓടിപ്പോയി നോക്കാം. നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ചെറുപ്പക്കാരെയും വിളിച്ചു ചേർത്ത് പറഞ്ഞു പലയിടങ്ങളിൽ. അന്നത്തെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നവരെല്ലാവരും ചേർന്ന് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ച് രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നാൽ ഇവിടത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കെല്ലാം ഞങ്ങൾ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞു. എവിടെയാണ് തൊഴിൽ? ഞാനിവിടെ സൂചിപ്പിച്ച കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഇങ്ങനെയുള്ള തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ജനതകൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, അവർക്ക് തൊഴിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഊബറും റാപ്പിഡോയും സ്വിഗ്ഗിയും സൊമാറ്റോ പോലെയുള്ള അത്തരം സ്ഥാപനങ്ങളിലേക്ക് തൊഴിലിന് പോകുന്നു. ആ തൊഴിലുകൾ മോശമെന്നല്ല. എന്നാൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ അവർ പഠിച്ചതിനനുസരിച്ച്, അവർ പരീക്ഷയിൽ മാർക്ക് വാങ്ങിയതിനനുസരിച്ച് അവർക്ക് തൊഴിൽ ലഭിച്ചില്ല എങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്, അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.
ഇത്തരം സ്ഥാപനങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവർ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരുന്നു. ആ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോഴും സാധാരണ ജോലി ചെയ്യുന്നതിനേക്കാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരുമ്പോഴും അവരെ തൊഴിലാളികളായി അംഗീകരിക്കപ്പെടുന്നില്ല എന്ന നഗ്ന സത്യം പോലും ഇന്ന് രാജ്യത്തെ പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ തൊഴിലാളികളായി പോലും ഒരു ആനുകൂല്യവും അവർക്ക് ലഭിക്കുന്നില്ല. അവരെ തൊഴിലാളികളായി പോലും നമ്മുടെ രാജ്യത്ത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്, പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ സ്ഥിരം ജോലി എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ജീവിത ചിലവുകൾ കൂടുന്നു, അതുപോലെ തന്നെ വരുമാനം കുറയുന്നു. സ്ഥിരം ജോലി എന്ന ഒരു സത്യത്തിലേക്ക് അടുക്കാൻ, എന്ന ആവശ്യത്തിലേക്ക് അടുക്കാൻ, എന്ന ആഗ്രഹത്തിലേക്ക് അടുക്കാൻ ഇന്ത്യയിലെ യുവത്വത്തിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം തൊഴിൽ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയണം. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത്. എന്നാൽ ഈ വിഷയങ്ങൾ മാത്രമല്ല, നമുക്കറിയാം രാജ്യത്ത് വർഗീയ ധ്രുവീകരണം, വർഗീയത ആളിക്കത്തിക്കുന്നതിനു വേണ്ടി, ഭിന്നിപ്പിച്ചു ഭരിക്കുന്നതിനു വേണ്ടി രാജ്യത്തെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുകയാണ്. നേരത്തെ തൊഴിൽ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചു തൊഴിലില്ലായ്മയുടെ കണക്ക്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ഡിഫൻസ് എന്ന് പറയുന്ന ഭാഗം, അതിലേറ്റവും പ്രധാനമാണല്ലോ നമ്മുടെ ഡിഫൻസ് മേഖലയിലുള്ള റിക്രൂട്ട്മെന്റ്. ഇന്ന് തൊഴിൽ മേഖലയെ പറ്റി പറയുമ്പോൾ തന്നെ രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ചോദ്യത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് അഗ്നിപഥ് എന്ന് പറയുന്ന പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ്. നമ്മൾ ഒരുപക്ഷെ കുറച്ചു കാലം മുൻപ് വരെ വലിയ സമരമെടുത്ത് ഇന്നും മറക്കാതെ തന്നെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 12ാം ക്ലാസ് കഴിയുന്ന ഒരു വിദ്യാർത്ഥി, നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകേണ്ട 17ഓ 18ഓ വയസ്സുള്ള വിദ്യാർത്ഥി 12ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ അഗ്നിപഥിലേക്ക് പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസം അവിടെ ലഭിക്കുന്നില്ല. 17.5 വയസ്സിൽ അഗ്നിപഥിന്റെ ഭാഗമാകണമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ഈ 17.5 വയസ്സിൽ കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപഥ് പദ്ധതിയുടെ ഭാഗമാകുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ട സമയത്ത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാതെ ഈ മേഖലയിലേക്ക് കടന്നു പോകുന്ന അഗ്നിവീറായി മാറുന്ന ഒരു ചെറുപ്പക്കാരൻ 23ാമത്തെ വയസ്സിൽ ജോലി അവിടെ അവസാനിച്ച് തിരിച്ചു വരേണ്ടി വരുന്നു. ഈ പോകുന്ന ചെറുപ്പക്കാരിൽ വിദ്യാർത്ഥികളിൽ 25% വിദ്യാർത്ഥികളെ മാത്രമേ, 25% അഗ്നിവീറിനെ മാത്രമേ അവിടെ നിലനിർത്തുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്കറിയണം. ഈ 4 വർഷത്തിന് ശേഷം 21 വയസ്സ് തികഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് അഗ്നിവീറിന്റെ വിഷയങ്ങളെല്ലാം അവസാനിച്ച്, അവിടുത്തെ കാര്യങ്ങളെല്ലാം അവസാനിച്ച് തിരിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി, ഒരു ചെറുപ്പക്കാരൻ 21ാം വയസ്സിൽ പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. പല സാഹചര്യങ്ങൾ കൊണ്ട്, ചിലപ്പോൾ കുടുംബത്തിന്റെ പശ്ചാത്തലമാകാം, ജീവിത സാഹചര്യങ്ങളാകാം. പലരും അവിടെ വച്ച് തന്നെ ചില ചെറിയ ജോലിക്കായി പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറാകുന്നില്ല എന്നുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. അതുപോലെ റെയിൽവേ ഉൾപ്പെടെയുള്ള, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന റെയിൽവേ ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ അതെല്ലാം കരാർ അടിസ്ഥാനത്തിലേക്ക് ആക്കുകയാണ്. കരാർ അടിസ്ഥാനത്തിലാണെങ്കിൽ മറ്റാനുകൂല്യങ്ങൾ കൊടുക്കാതെ തന്നെ, നമ്മൾ പറയും കരാർ അടിസ്ഥാനത്തിലെങ്കിലും നിയമനമുണ്ടല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകുമ്പോൾ സ്ഥിരമായി ജോലി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റാനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാനും എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാൻ കഴിയുന്ന ചില കാര്യങ്ങളെല്ലാം എഴുതി ചേർത്തുകൊണ്ട് കരാറിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥിരം ജോലി എന്നതിനപ്പുറം കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിയിലേക്ക്, ആ മേഖലയിലേക്ക് റെയിൽവേയെ പോലും മാറ്റുകയാണ് തൊഴിൽ മേഖലയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പല വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നു, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, അതുപോലെ തന്നെ രാജ്യത്തെ കാവ്യവൽക്കരിക്കുന്ന കാര്യത്തിലാകട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് മേഖലകളിലാകട്ടെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ, ഇതിലെല്ലാം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതെല്ലാം ജനങ്ങൾക്കു വേണ്ടി, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, നേരത്തെ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ ജീവിക്കണം, അന്തസ്സോടുകൂടി ജീവിക്കണം എന്ന് പറയുമ്പോൾ ഭരണഘടന തന്നെ പറയുന്നു, അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ജീവിത സാഹചര്യം ഒരുക്കേണ്ടത് ഈ കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുമ്പോൾ അതൊന്നും വകവയ്ക്കാതെ ഈ ജനതയെ ഒരു അപായത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കെതിരെ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് സമരം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. വിവിധ ഘട്ടങ്ങളിൽ നാം അത് ഏറ്റെടുത്തവരാണ്. ഇന്ത്യ ജനാധിപത്യമുള്ള രാജ്യമാണ് എന്ന് പറഞ്ഞു പഠിച്ച നമ്മളെല്ലാവരും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു.
നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തെ പറ്റി ഇവിടെ പലരും സൂചിപ്പിച്ചു. ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഒരു പരിപാടിക്ക് പോയ പ്രധാനമന്ത്രിയെ അവിടത്തെ തന്നെ മാധ്യമ പ്രവർത്തകൻ വിശേഷിപ്പിച്ചത് അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംസാരത്തിനും ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി മുഖം തരില്ല എന്നാണ്. ഓസ്ട്രേലിയയിലെ ഒരു പത്രക്കാരൻ പറഞ്ഞത്, ലൈവായി പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഇന്ന് പല മാർഗങ്ങളുണ്ട് പറയുന്നതെല്ലാം സത്യമാണോ എന്ന് തിരിച്ചറിയാൻ. പക്ഷെ പലരും അത് നോക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ പറ്റി ഓസ്ട്രേലിയയിലെ മെൽബണിലെ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതാ വരുന്നു, അദ്ദേഹം അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള, എഴുതി വെച്ച് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഒരു വാക്കുപോലും അദ്ദേഹം പറയില്ല. രാജ്യത്തും ലോകത്തും വലിയ ചർച്ചയായ ഒരു വിഷയമാണത്. അങ്ങനെ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ മൗനം പാലിച്ചുകൊണ്ട് എന്നാൽ ജനങ്ങളെ ദ്രോഹിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നു. ഈ CJPയുടെ സമരം ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത്, അഭിജിത്ത് വിദേശത്ത് നിന്ന്, CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് വിദേശത്ത് നിന്ന് ഡൽഹിയിലേക്ക് വന്നിറങ്ങുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലും SFIയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലുമാണ് ആദ്യം ബന്ധപ്പെട്ടത്. MA ബേബി സഖാവ് ഒരു പരിപാടിയിൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു SFI ഈ പരിപാടിക്ക് പിന്തുണ നൽകണം, ഐഷി ഘോഷ് ഇതിന്റെ ഭാഗമാകണം. സഖാവ് ഐഷി ഘോഷ്, നമ്മുടെ അഭിമാനമായിട്ടുള്ള സഖാവ് ഐഷി ഘോഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സഖാവ് ഉൾപ്പെടെയുള്ള സഖാക്കൾ, ആദർശം സജിയും സഖാവ് റഹീം ഉൾപ്പെടെയുള്ള DYFIയുടെ അഖിലേന്ത്യാ ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമാകണമെന്ന് വിദേശത്ത് നിന്ന് വന്നിറങ്ങുന്ന അഭിജിത്ത് തന്നെ പറയുകയാണ്. അങ്ങനെ അതിന്റെ ഭാഗമായി SFIയും DYFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇടപെടൽ നടത്തി ഈ സമരത്തെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചു. ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാൻ കോൺഗ്രസ് വളരെ വൈകിപ്പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണ്ട് ഏറ്റവും അവസാന ദിവസത്തേക്ക് അവരുടെ പ്രതികരണം വരുന്ന സാഹചര്യം ഉണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഭരണഘടനയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളെല്ലാം നൽകുന്ന ഭരണഘടനയെ 400-ലധികം സീറ്റിലേക്ക് അധികാരത്തിൽ വന്ന് മാറ്റുമെന്ന് പറഞ്ഞ BJPക്ക് ജനങ്ങൾ ഒരു മറുപടി കൊടുത്തു. എന്നാൽ ആ മറുപടി കൊണ്ട് തീരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ DYFIയുടെ നേതൃത്വത്തിൽ, യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ സമരങ്ങൾക്ക്, രാജ്യത്തെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കേണ്ട കാലഘട്ടത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. നമ്മുടെ കേരളത്തിന്റെ സാഹചര്യവും മാറി അല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സാഹചര്യമൊന്നും അല്ല ഇപ്പോ. മുൻപ് 10 വർഷം തുടർച്ചയായി ഭരിച്ചിരുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത വളരെ ധൈര്യശാലിയായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആരുടെ മുന്നിലും നട്ടല് വളച്ചുകൊണ്ട് കേരളത്തിലെ ജനതയെ ഒരു തരത്തിലും മോശമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് കടലിൽ പണിക്ക് പോയ തൊഴിലാളികളെ കാണാതെയായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അത് തീരദേശമല്ലേ, അങ്ങോട്ടൊക്കെ പോയാൽ എന്താണെന്നറിയില്ലേ നമുക്കെന്ന് പറഞ്ഞു. ഏതാണ്ട് 10-11 ദിവസം കഴിയേണ്ടി വന്നു അദ്ദേഹത്തിന് ആ കുടുംബത്തെ സന്ദർശിക്കാൻ, ആ കുടുംബത്തെ ഒന്ന് വിളിക്കാൻ, ആ കുടുംബത്തിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ. അത്ര തന്നെ ദിവസങ്ങൾ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് എടുക്കേണ്ടി വന്നു എന്നത് ഇന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. PM ശ്രീ വിഷയത്തിലെ ഈ പുതിയ ഗവൺമെന്റിന്റെ ഇടപെടൽ, ഇവിടെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത്. എന്താ മുസ്ലിം ലീഗ് പറഞ്ഞത്? PM ശ്രീ അറബിക്കടലിൽ. ഇപ്പൊ അറബിക്കടൽ അറിയാത്തത് കൊണ്ടാണോ കളയാത്തത് എന്ന സംശയം നമുക്കുണ്ട്. അറബിക്കടൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഞങ്ങൾ ഇത് എറിയും എന്ന് പറയുന്നവരാണോ മുസ്ലിം ലീഗുകാർ എന്ന സംശയം നമുക്കുണ്ട്. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുമ്പോൾ ആ ജനങ്ങളോട് നീതി കാണിക്കാൻ ഇവിടത്തെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും അവർക്കെല്ലാം കഴിയണം. PM ശ്രീയുടെ കാര്യത്തിൽ പറഞ്ഞു, ഇതിൽ നിന്ന് പിന്നോട്ട് പോയാൽ പണം ലഭിക്കില്ല എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ കൊടുത്ത മറുപടിയിൽ വിശദമായി പറയുന്നു, PM ശ്രീയിൽ ഒപ്പുവയ്ക്കാത്ത സംസ്ഥാനങ്ങൾക്കും PM ശ്രീയുടെ ഭാഗമായി ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിലും ഫണ്ട് കൊടുക്കുക എന്നത് ഭരണഘടനാ പ്രകാരം ഒരു കേന്ദ്ര സർക്കാർ നടത്തേണ്ട കാര്യമാണ് എന്ന് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നത്? PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, PMAY പദ്ധതി നമുക്കറിയാം. സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതി. അതിൽ ഒരുപടി മുന്നിലേക്ക് ഏതാണ്ട് അതേ തുക തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും
കേരളത്തിലെ സർക്കാരും ചേർന്നുകൊണ്ട് ഏറ്റവും അധികം വീട് വെച്ച കാലഘട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. എനിക്ക് വ്യക്തിപരമായ അഭിമാനമുണ്ട്. ഞാൻ നേതൃത്വം കൊടുത്തിരുന്ന തിരുവനന്തപുരത്തെ ഞങ്ങളെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന തിരുവനന്തപുരം നഗരസഭയാണ് ഈ കാലയളവിൽ കേരളത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഞങ്ങൾ ആരും അവരോട് പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ പണം തരണമെങ്കിൽ, നിങ്ങൾക്ക് ഈ പണം വീട് വയ്ക്കുന്നതിനു വേണ്ടി തരണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ, വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് മുന്നിൽ ഒരു ചാപ്പ കുത്തണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്നതിനേക്കാൾ ഒരു പടി മുന്നിലാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നൽകുന്ന പണം. അങ്ങനെ കൂടുതൽ തുക ഒരു പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ട് നമ്മൾ ആരും അവരോട് പറഞ്ഞില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ല, കേരളത്തിന്റെ തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞില്ല, കേരളത്തിന്റെ ജനപ്രതിനിധികൾ ആരും പറഞ്ഞില്ല നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഞങ്ങളാണ് നിങ്ങൾക്ക് പണം തന്നത് എന്ന ചാപ്പ കുത്തണമെന്ന്. അഭിമാനത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ അഭിമാനത്തോടുകൂടി ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു. അങ്ങനെ അഭിമാനത്തോടുകൂടി പറഞ്ഞപ്പോഴും കേന്ദ്ര സർക്കാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പണം തരില്ല. നിങ്ങളുടെ പണത്തിനു മുന്നിൽ എന്റെ ജനതയുടെ, എന്റെ ജനങ്ങളുടെ അഭിമാനത്തെ പണയം വയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ധീരനായ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ് ഈ കേരളം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം വന്നാൽ അവർ നമ്മുടെ സൈന്യമാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ഉള്ള നാടാണ് ഈ കേരളം. എന്താ നമ്മൾ ഇന്ന് കാണുന്നത്? പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്നു. ഇത് ഘട്ടം ഘട്ടമായി പെൻഷൻ എന്ന ഒരു അവകാശം, ജനങ്ങളുടെ അവകാശം, അത് ജനങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ അപ്രതീക്ഷിതമാകുന്നത് നമുക്ക് വളരെ താമസിക്കാതെ കാണാം. ഇപ്പോ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തിയ ഒരു പദ്ധതിയാണ് പ്രിയദർശിനി. ഏത് പദ്ധതിയും, നന്നായി ഏറ്റെടുക്കുന്ന ഏതു പദ്ധതിയും, ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഏതു പദ്ധതിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന്, പ്രതിപക്ഷമാണ് എന്നത് മറന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് ഇന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു. എന്നാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി തന്നെ എന്താ പറഞ്ഞത്? പൊതു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികളെ പഠിപ്പിക്കാതെ പണമുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയും ബസ്സിൽ പണം കൊടുക്കാതെ ഇടിച്ചു കയറുന്നവരുമാണ് കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞു. നിങ്ങൾ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്, ജനങ്ങളുടെ ക്ഷമയെ നിങ്ങൾ ഒരിക്കലും പരീക്ഷിക്കരുത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സഖാക്കളെ, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ കാര്യങ്ങൾ, വിവിധ വിഷയങ്ങൾ ഈ സംസാരത്തിന്റെ ഭാഗമായി പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. പല കാര്യങ്ങളും പല വിഷയങ്ങളും ഇതിന്റെ ഇടയിൽ പലപ്പോഴായി വിട്ടുപോയിട്ടുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രമുഖ നടനാണ്, കേരളത്തിന്റെ അഭിമാനമായ ഒരു നടൻ. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയാമായിരിക്കും, അദ്ദേഹം എന്റെ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശ്രീ മോഹൻലാൽ എന്നാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയിലും പല വേദികളിലും പറഞ്ഞതുപോലെ നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാകണേ എന്ന് എനിക്ക് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരോടും ഇവിടുത്തെ ആളുകളോടുമൊക്കെ പറയാനുണ്ട്. സ്വന്തം ഓഫീസിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇപ്പോഴുമൊക്കെ ഓഫീസിൽ കൂടെ നിർത്തുന്ന, ചേർത്തു പിടിക്കുന്ന ആളുകൾ MDMA ഉപയോഗിക്കുന്നവരാണ്, മറ്റ് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് പോലും ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് ഒരു സംശയം വരികയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തിന്, നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ കാലഘട്ടത്തിൽ. ജനതയെ മുന്നോട്ട് നയിക്കുന്നതിന്, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നതിന്, ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്, സമര പോരാട്ടങ്ങൾ എടുക്കുന്നതിന്, സമര പോരാട്ടങ്ങൾ പോലെ തന്നെ കേരളത്തിൽ ഒരു ദുരിതമുണ്ടായാൽ, വയനാട് പോലെയുള്ള ദുരിതമുണ്ടായാൽ, ഇവിടെ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെല്ലാം ചേർന്ന് നിന്നുകൊണ്ട്, ഈ പാലക്കാട് മണ്ണാർക്കാട് ഒരു ദുരിതമുണ്ടായാൽ ഈ ടീഷർട്ട് ഇട്ടിരിക്കുന്നവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ജനതയെ സംരക്ഷിക്കുന്നത് പോലെയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഇടപെടാനും സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കാനും വലിയ സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തു വന്നു കഴിഞ്ഞു, നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ മണ്ണാർക്കാട് ഡിവൈഎഫ്ഐക്ക് സാധിക്കുമെന്നത് ഇന്നത്തെ ഈ പ്രകടനം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇത്രയും നേരം കേട്ടിരുന്നതിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങ് പാലക്കാട് വരെ എന്നെ ക്ഷണിച്ച്, മണ്ണാർക്കാടിലേക്ക് ക്ഷണിച്ച് ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ നിങ്ങളെല്ലാം സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചതിൽ, സൈബർ ഇടങ്ങൾ
നിങ്ങളിൽ ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ ഞാനും ചിന്തയും ഉൾപ്പെടെയുള്ള സഖാക്കളെല്ലാം ഇത്തരത്തിൽ ആക്ഷേപിക്കപ്പെടുമ്പോൾ നിങ്ങളെല്ലാം ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഞങ്ങളും ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ സഖാക്കളുടെ പ്രശ്നങ്ങളിൽ ഒരു കോംറേഡ്ഷിപ്പ് പോലെ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതിനുമുള്ള അഭിവാദ്യങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.